അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി നമ്മളുടെ യുക്തിവാദി ചർച്ച ചെയ്യുന്ന സൂറത്ത് 103-ാമത്തെ സൂറത്ത് അസ്റാണ്. ആ സൂറത്ത് ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സദഖല്ലാഹ്. ഇവിടെ യുക്തിവാദി പറയുന്നത് വൽ അസ്ർ, കാലത്തെക്കൊണ്ട് സത്യം എന്നതിന് വൽ അസ്ർ സമയം, അതായത് അസ്തമയത്തിന് മുമ്പ് ഉള്ള ഏതാനും മണിക്കൂറുകൾ, 1-2 മണിക്കൂറാണ് സമയം ഉണ്ടാവുക. ഇതിനാണ് അസ്ർ എന്ന് പറയാം. ഈ സമയം എന്ന അർത്ഥത്തിനും ഇത് സത്യം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. അൽ അസ്ർ, അങ്ങനെയും അതിനർത്ഥം പറയാവുന്നതാണ്. ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ മഹാനഷ്ടത്തിലാണ്, പരാജയത്തിലാണ് എന്നാണ്. ഇവിടെ നമ്മളെ യുക്തിവാദിയുടെ വാദം, ഒന്ന്, മനുഷ്യനെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഏകനായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ദൈവം മനുഷ്യനെ ഭീഷണിപ്പെടുത്തുകയാണ്. അവൻ്റെ നാശത്തെപ്പറ്റിയാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂപ്പരുടെ പോക്ക്. കാരുണ്യവാനായ ദൈവം ഇങ്ങനെയാണോ മനുഷ്യനോട് പറയേണ്ടത് എന്നൊരു ചോദ്യം യുക്തിവാദിയുടെ ഈ പരാമർശത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ യുക്തിവാദികൾ യുക്തിവാദികളാണ്, വാദിച്ചുകൊണ്ടിരിക്കുക. യുക്തിയെ സംബന്ധിച്ച് യുക്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ടിരിക്കാനല്ലാതെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുന്നൊരു സമീപനം അവർക്കില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ചോദ്യം യുക്തിവാദിയുടെ നാക്കിൽ നിന്ന് പുറപ്പെടുമായിരുന്നില്ല. കാരണം ഇവിടെ ദൈവം അല്ലാഹു, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനാണ് സൃഷ്ടിച്ചത്? മനുഷ്യൻ തൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നേക്ക് കീഴടങ്ങി ജീവിച്ചു കൊള്ളണം. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള മനുഷ്യന് ഈ നിയമത്തിന്, തൻ്റെ നിയമത്തിന് അവൻ വിധേയനായിട്ടില്ലെങ്കിൽ അവന് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അത് അവനെ ശിക്ഷിക്കാനുള്ളതാണ്. ഈ ശിക്ഷയും അള്ളാഹു തന്നെയാണ് ഒരുക്കി വച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരുണ്യവാനായിട്ടുള്ള ദൈവം അള്ളാഹു ചെയ്യേണ്ടത് എന്താണ്? താൻ ഒരുക്കി വച്ചിട്ടുള്ള രക്ഷയുടെയും ശിക്ഷയുടെയും 2 വശങ്ങളും അത് തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ അറിയിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മനുഷ്യൻ തിരഞ്ഞെടുക്കട്ടെ താൻ ഏത് സ്വീകരിക്കണം. ശിക്ഷയുടെ മാർഗമാണോ വേണ്ടത്, അതവന് തിരഞ്ഞെടുക്കാം. രക്ഷയുടെ മാർഗമാണോ വേണ്ടത്, അതും അവന് തിരഞ്ഞെടുക്കാം. ഇങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അറിയിപ്പ് മനുഷ്യന് നൽകിയിട്ടില്ല എന്നാണ് വരികയെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവനെപ്പറ്റി ക്രൂരൻ എന്ന് പറയേണ്ടി വരും. കാരുണ്യവാൻ എന്നതിന് പകരം ക്രൂരൻ എന്ന് പറയേണ്ടി വരും. കാരണം മനുഷ്യന് സംഭവിക്കാൻ പോകുന്ന നഷ്ടത്തെ സംബന്ധിച്ച്, അവൻ്റെ പരാജയത്തെ സംബന്ധിച്ച് അവനെ അറിയിക്കാതെയാണ് അവനെ ശിക്ഷിക്കുന്നതെങ്കിൽ അത് കാരുണ്യത്തിൻ്റെ ലക്ഷണമല്ല, കാരുണ്യത്തിൻ്റെ തേട്ടവുമല്ല. അതുകൊണ്ട് തന്നെ കാരുണ്യത്തിൻ്റെ തേട്ടമാണ് മനുഷ്യനെ അവൻ അകപ്പെടാൻ പോകുന്ന അതിഭയാനകമായിട്ടുള്ള ഈ കഷ്ടങ്ങളെ സംബന്ധിച്ച്, പരാജയങ്ങളെ സംബന്ധിച്ച് അവൻ അറിയിക്കാനുള്ളത്. ഇതൊരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്നൊരു സംഗതിയാണ്.
പക്ഷേ യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം യുക്തിയില്ലാത്തത് കൊണ്ട് അവർക്കത് മനസ്സിലാകാൻ പോകുന്നില്ല. അപ്പോൾ വല്ലാസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇത് പറഞ്ഞതിൻ്റെ ശേഷം ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് എന്നും അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ നഷ്ടത്തിൽ നിന്ന്, പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓരോരോ മാർഗം താഴെ പറയുന്ന 4 സംഗതികൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് പ്രയോഗവൽക്കരിക്കാനുള്ളതാണ്. ഒന്ന് എന്താണ്? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. അപ്പോൾ അടിസ്ഥാനപരമായി വിശ്വസിക്കണം. ഇവിടെ യുക്തിവാദി പറയണത് ഇവിടെ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷേ ഖുർആൻ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബോധ്യമാവും എന്താണ് വിശ്വസിക്കേണ്ടതെന്ന്. വിശ്വസിക്കേണ്ടത് ഒന്ന് തൻ്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിലാണ്. ആ അള്ളാഹു തനിക്ക് വേണ്ടി നൽകിയിട്ടുള്ള അവൻ്റെ നിയമവ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ താല്പര്യം. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളിൽ വിശ്വസിക്കണമെന്നാണോ തൻ്റെ സൃഷ്ടാവ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, അവൻ്റെ പ്രവാചകന്മാർ, അവനിറക്കിയിട്ടുള്ള വേദങ്ങൾ, അതുപോലെ തന്നെ മരണാനന്തര ജീവിതം, പരലോക ജീവിതം, മലക്കുകൾ, ഇങ്ങനെ തുടങ്ങി വിശ്വസിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് കേവലം ഈ ഒരു സൂറത്ത് മാത്രമല്ല ഖുർആനിലുള്ളത്. ഖുർആനിൽ 114 സൂറകളുണ്ട്. ആ 114 സൂറകളിൽ പല സൂറകളിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ സംഗതി വളരെ സംക്ഷിപ്തമായിട്ട് പറയാം, ചിലപ്പോൾ അത് വിശദീകരിച്ച് പറയാമെന്നുള്ളത് ഏതൊരു പ്രസംഗത്തിലും ഏതൊരു ഗ്രന്ഥത്തിലും ഏതൊരാളുടെ വാക്കുകളിലും സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അത് സന്ദർഭത്തിനനുസരിച്ചാണ് വിശദീകരിക്കണമോ അതോ സംക്ഷിപ്തമായി പറയണമോ തീരുമാനിക്കേണ്ടത്. ഇവിടെ സംക്ഷിപ്തമായി പറഞ്ഞ സംഗതി ഖുർആൻ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്നവർ സാമാന്യ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് വിശ്വസിക്കണമെന്ന് പറഞ്ഞില്ല എന്നതൊരു വിഷയമായി അയാൾ ഉന്നയിക്കൂല. കാരണം അയാൾ എന്ത് വിശ്വസിക്കണമെന്നാണോ ഖുർആൻ പറഞ്ഞത് അതിലേക്കായിരിക്കും അയാൾ പോവുക. അങ്ങനെ അത് പരിശോധിച്ചുകൊണ്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ അയാൾ വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക്, അടിസ്ഥാനപരമായി വിശ്വാസമുള്ള ആളുകൾ, ഏതൊരു സംഗതിയുടെയും അടിസ്ഥാനം വിശ്വാസമാണ്. ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് രക്ഷപ്പെടാം. വിശ്വാസം മാത്രം മതിയോ? അത് പോരാന്നാണ് ഖുർആൻ പറഞ്ഞത്. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ. അപ്പോൾ വിശ്വസിക്കുകയും വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. അപ്പോൾ എന്താണ് സൽക്കർമ്മം? അതും ഇവിടെ വിശദീകരിച്ചിട്ടില്ല. ആ സൽക്കർമ്മം എന്താണെന്നുള്ളതും വിശുദ്ധ ഖുർആൻ പലയിടത്തായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ആരാധനകൾ പെടും. അതുപോലെ തന്നെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യർ എന്ന് മാത്രമല്ല മറ്റ് ജന്തുജാലങ്ങൾ, ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട് അവയ്ക്ക് ഗുണകരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഈ അമലുസാലിഹാത്തിൽ പെടും. എന്ന് മാത്രമല്ല ജീവനില്ലാത്ത വസ്തുക്കളുമായി പോലുമുള്ള ബന്ധങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം. ഭൂമി കൈകാര്യം ചെയ്യുമ്പോൾ ഭൂമിയിലെ കാടും കുണ്ടും കുഴിയും മലകളുമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെ കൈയാളണം തുടങ്ങി മനുഷ്യ ജീവിതത്തിൽ അവൻ വ്യക്തി എന്നുള്ളവർക്ക് മാത്രമല്ല സമൂഹം എന്ന നിലക്ക്, രാഷ്ട്രം എന്ന നിലക്കൊക്കെ കാര്യങ്ങൾ കൈയാളുമ്പോൾ ഏത് രീതിയിലാണ് കാര്യങ്ങൾ കൈയാളേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ വിശദീകരണമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലും അത് വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതും ഈ ഈമാനിൻ്റെ താല്പര്യമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ത് പറഞ്ഞു, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു എന്നുള്ളത് അന്വേഷിക്കുക കൂടി ചെയ്യുന്നതിൻ്റെ പേരാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഞാൻ കേവലം അള്ളാഹുവിനും പ്രവാചകനും വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. അള്ളാഹുവും പ്രവാചകനും എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പരിശോധിച്ച് അത് കണ്ടെത്തി അത് ജീവിതത്തിൽ പകർത്തുക കൂടി ചെയ്യാന്നുള്ളത് ഈമാൻ്റെ താല്പര്യമാണ്. ആ താല്പര്യം പ്രാവർത്തികമാക്കുമ്പോഴാണ് അയാളുടെ ഭാഗത്ത് നിന്ന് അമലു സ്വാലിഹ്, സൽക്കർമ്മങ്ങളുണ്ടായി എന്ന് പറയാം. അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നത് ഇതിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ ഈമാൻ വേണം, അമലു സ്വാലിഹും വേണം. അങ്ങനെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനാവൂ. അതുമാത്രവുമല്ല, മറ്റൊരു കാര്യവും കൂടി ചെയ്യേണ്ടതുണ്ട്. വതവാസൗ ബിൽ ഹക്ക്,
സത്യത്തെ സംബന്ധിച്ച് പരസ്പരം ഉപദേശിക്കുക എന്നുള്ളത് കൂടി ഈ ആളുകൾ ചെയ്യേണ്ടതുണ്ട്. മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടത് സത്യമാണ്, ബാത്തിൽ മിഥ്യയല്ല. അതായത് ശരിയാണ് അവൻ ഉൾക്കൊള്ളേണ്ടത്, നന്മയാണ്, നീതിയാണ്, ധർമ്മമാണ് അവൻ ഉൾക്കൊള്ളേണ്ടത്. അധർമ്മം, അനീതി, അന്യായം തുടങ്ങിയുള്ള സംഗതികളൊന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഹക്ക് എന്നുള്ളത് അവൻ സ്വയം ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അതോടൊപ്പം അവൻ മറ്റുള്ള ആളുകളോട് അത് ഉപദേശിക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോ സത്യവിശ്വാസിയും തൻ്റെ സത്യവിശ്വാസിയായിട്ടുള്ള സഹോദരനോട് മാത്രമല്ല മറ്റു മനുഷ്യരോടും, ഇത് ഉൾക്കൊണ്ടിട്ടില്ലാത്ത ആളുകളോട് കൂടി ഇത് ഉപദേശിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉപദേശിക്കാനുള്ളതും ഇതിൻ്റെ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ 3 കാര്യമായി. ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കുകയും, വാമിൽ സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും, വതവാസൗ ബിൽ ഹക്ക്, നന്മയെ സംബന്ധിച്ച് സത്യത്തെ സംബന്ധിച്ച് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ. ഈ സത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ പിടിമുറുക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ ചിലത് നഷ്ടപ്പെട്ടു എന്ന് വരാം. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണം? അവിടെ ഇതൊട്ടെറിഞ്ഞു പോയിട്ട് അസത്യത്തിൻ്റെ പിന്നാലെ പോകാനോ വേണ്ടത്? അല്ല. അവിടെ സ്വയം തന്നെ ക്ഷമിച്ചുകൊണ്ട് ഇതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ സരണിയിലൂടെ മുമ്പോട്ട് നീങ്ങാൻ വ്യക്തി എന്നുള്ള നിലക്കും സമൂഹം എന്നുള്ള നിലക്കും ശ്രമിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല അവർ ഈ ക്ഷമയെ സംബന്ധിച്ച് പരസ്പരം ഉപദേശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കൂട്ടായ്മയിലൂടെ നന്മ, സത്യം വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ കൂട്ടായ്മയിലൂടെ ഒരാൾ മറ്റൊരാൾക്ക് താങ്ങും തണലുമായി ക്ഷമാപൂർവം മുമ്പോട്ട് പോകാനുള്ള സേവന സന്നദ്ധത പ്രകടിപ്പിക്കുകയും ആ മാർഗത്തിലൂടെ മുമ്പോട്ട് പോവുകയും ചെയ്യാന്നുള്ളതും ഈ രക്ഷപ്പെടാനുള്ള വഴികളിലൊന്നാണ്. അപ്പോൾ അവിടെ 4 കാര്യമാണ് പറഞ്ഞത്. ഈ 4 കാര്യം ചെയ്യുന്ന ആളുകൾക്ക് രക്ഷപ്പെടാം എന്ന് മനുഷ്യനെ അറിയിക്കണത് എന്തിനാണ്? അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഒരുക്കി വച്ചിട്ടുള്ളത് ഒന്ന് നരകമാണ്, മറ്റൊന്ന് സ്വർഗമാണ്. പരലോക ജീവിതം തന്നെ ഒന്നുണ്ട്. അവിടെ നിങ്ങൾ രക്ഷപ്പെടണമോ അതോ നിങ്ങൾ പരാജയപ്പെടണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അവിടെ പരാജയപ്പെടാനുള്ളത് ആരുടെ പരിണതിയായിരിക്കും? ഈ 4 ഗുണങ്ങളും ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ലാത്ത ആളുകൾ അവരെ പരാജയപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം മനുഷ്യനെ അറിയിക്കാനുള്ളത് ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ആ ഭാഗം എന്നുള്ളവർക്കാണ്, ആ കാരുണ്യത്തിൻ്റെ തന്നെ തേട്ടം എന്നുള്ളവർക്കാണ് അള്ളാഹു ഈ 4 കാര്യങ്ങളും മനുഷ്യനെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ വല്ല അസുര എന്ന് പറയുമ്പോൾ കാലത്തെ കൊണ്ട് സത്യം എന്ന് പറയുമ്പോൾ മനുഷ്യകുലം ഖുർആൻ അവതരിക്കുന്നത് വരെയുള്ള എന്ന് മാത്രമല്ല, ഖുർആൻ ഏത് കാലത്ത് നിലനിൽക്കുന്നുണ്ടോ ആ കാലത്തൊക്കെ ഉള്ള ആളുകൾക്ക് പാഠമാകും വിധം ചരിത്രം പരിശോധിച്ചാൽ കാണാവുന്നൊരു സംഗതി ഉണ്ട്. മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൽ പോലും അവൻ ധർമ്മവും നീതിയും സത്യവും ഒന്നും അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവന് ഈ ജീവിതത്തിൽ തന്നെയും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അന്തിമ പരാജയമാണ് പരലോകത്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലോകത്തും പരലോകത്തും സുരക്ഷിതമായിട്ടുള്ള രക്ഷയുടേതായിട്ടുള്ള ഒരു അവസ്ഥ അവന് കൈവരണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്ന് മനുഷ്യനെ അറിയിക്കാനുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ തേട്ടമനുസരിച്ചാണ് അള്ളാഹു ഇവിടെ ഇത് മനുഷ്യനെ അറിയിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത. ഇത് പക്ഷേ യുക്തിവാദിക്ക് മനസ്സിലാവില്ല. കാരണം അയാൾ യുക്തി കൊണ്ട് ചിന്തിക്കുകയല്ല ചെയ്യുന്നത്, വാദിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് അതിന് കാരണം.